മക്കളെ NCERT-യിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവുകയാണേ. അവർ ചോദിച്ചതാണ് 16 ഗ്രാം മീഥെയിൻ ഓക്സിജനിൽ കത്തുകയാണെങ്കിൽ എത്ര ഗ്രാം വാട്ടർ ഉണ്ടോ, എത്ര ഗ്രാം വാട്ടർ ഉണ്ടാവും എന്നുള്ള ക്വസ്റ്റ്യൻ. 16 ഗ്രാം ഓക്സിജൻ 16 ഗ്രാം മീഥെയിൻ ഓക്സിജനിൽ കത്തിയാൽ ഉണ്ടാവുന്ന വാട്ടറിന്റെ അളവാണ് അവർ ചോദിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതണം. മീഥെയിൻ എഴുതുന്നു, ഓക്സിജൻ എഴുതുന്നു, കാർബൺ ഡയോക്സൈഡ് എഴുതുന്നു, വാട്ടർ എഴുതുന്നു. അതായത് മീഥെയിൻ ഓക്സിജനിൽ കത്തുന്ന ഇക്വേഷൻ ഇതാണ്. മീഥെയിൻ ഓക്സിജനിൽ എന്താ ചോദിച്ചത്? 16 ഗ്രാം മീഥെയിൻ ഓക്സിജനിൽ കത്തിയാൽ എത്ര വാട്ടർ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മീഥെയിനെ റൗണ്ട് ചെയ്യുക, വാട്ടറിനെ റൗണ്ട് ചെയ്യുക. ആദ്യം മനസ്സിലാക്കണം, നമുക്ക് ഇവരെ പറ്റി മാത്രമേ അറിയണ്ടൂ, ഒരാളെ പറ്റി നമുക്ക് അറിയണ്ട. നമുക്ക് ഇവരെ രണ്ടുപേരെ പറ്റി അറിയണ്ട, ഇവരെ രണ്ടുപേരും മൈൻഡ് ചെയ്യണ്ട. എന്നിട്ട് താങ്കൾ എഴുതേണ്ടത് കേട്ടോ. പിന്നെ നമ്പർ ഓഫ് മോൾസ്, സൈഡിൽ നമ്പർ ഓഫ് മോൾസ് എഴുതുക. നമ്പർ ഓഫ് മോൾസ് കാണണമെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 16 ഗ്രാമാണ്. 16 ഗ്രാം മീഥെയിൻ ബൈ മോളാർ മാസ് 16 എത്രയാ? 1. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ അറിയാവോ? ഇല്ല. സോ NH2O എന്നിടുക. ക്ലിയർ അല്ലേ? അടുത്തത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതേണ്ടതാ. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതുക. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്നാൽ ഇതിന് മുൻപിലുള്ള നമ്പർ 1, ഇവിടെയോ 2. അതാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഈസി ആണ്. 1, ഇവിടെ നമ്പർ 2. അടുത്ത് നമ്പർ ഓഫ് മോൾസ്. അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാ നോക്കുക. 1/1. അതായത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1/1 ഈസ് ഈക്വൽ എത്രയാ? NH2O/2. NH2O/2. എന്നിട്ട് ഇവരെ ഈക്വൽ ടു എഴുതുക. എങ്ങനെയാ? 1/1 ഈസ് ഈക്വൽ, ഇങ്ങനെ എഴുതാം. 1/1 ഈസ് ഈക്വൽ ടു NH2O/2. NH2O/2. ഇവരെ ക്രോസ് മൾട്ടിപ്ലൈ. എങ്ങനെയാ? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ. എന്താ കിട്ടുക? സോ 1 × 2 ഈസ് ഈക്വൽ ടു NH2O കിട്ടി. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്രയാ? 2 മോൾ ആണ്. 2 മോൾസ്. റെഡി അല്ലേ? 2 മോൾ. പക്ഷെ മാസ് ആണ് ചോദിച്ചത്. മാസ് ചോദിച്ചാൽ മാസ് എങ്ങനെയാ കാണാ? മാസ് ഓഫ് വാട്ടർ എങ്ങനെയാ കാണാന്ന് പറഞ്ഞാൽ മോളിനെ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 18. 18 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് വാട്ടർ ആണ്. വാട്ടറിന്റെ മോളാർ മാസ് ആണ് 18. സോ 36 ഗ്രാം ആണ് ആൻസർ. റെഡി അല്ലേ?